ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്രാവശ്യം ഓണം എക്സാമിന് ആവശ്യമുള്ള ഒരു ചാപ്റ്ററാണിത്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിന്റെ 2 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 8ാം ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ് അല്ലെ. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിളുമാണ്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തും 2 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കാണാത്തവര് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ 3ാമത്തെ ഭാഗം കാണുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് 3ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3ാമത്തെ ഭാഗത്തിൽ 1ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ 3 എണ്ണമാണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസുകളാണ്. കാര്യം മനസ്സിലാക്കണം. മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ വായിച്ചാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഇംഗ്ലീഷ് മീഡിയം ഇപ്പൊ കൂടുതലും ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ കുട്ടികളല്ല. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ ഇംഗ്ലീഷ് വായിച്ച അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മെയിൻ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, സബ് ക്വസ്റ്റ്യൻ നോക്കുക. സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടണം അല്ലെ. അപ്പൊ ഡിവിഷൻ ബൈ 3 ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ആൻഡ് ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് അതർ റിമൈൻഡർ 2 എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സംഖ്യകൾ എഴുതുക. ആ സംഖ്യകളിലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 വരികയാണെങ്കിൽ അതെന്താണ്? കറക്റ്റ് എന്താണ്? റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ അത് 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ശിഷ്ടം വരേണ്ടത്? ആദ്യം 1 ശിഷ്ടം വരണം, പിന്നെ 2 ശിഷ്ടം വരണം അല്ലെ. അങ്ങനെയാണെങ്കിൽ പാടൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾസ്, അതായത് സംഖ്യകൾ 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 3, 6, 9, അതുപോലെ 12 എക്സെട്ര. ഇങ്ങനെ വരുന്നതെല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. ഇതിന് ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശിഷ്ടം 1 വരണമെങ്കിൽ ആ സംഖ്യകൾ ഏതായിരിക്കും? 3ന്റെ കൂടെ 1 കൂട്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എഴുതാം. നമ്പർ ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറയുമ്പോൾ സംഖ്യകൾ ഏതൊക്കെയാ? ഇതെടുക്കാൻ പറ്റത്തില്ല. ഇത് എന്താണ്? ഡിവിഷൻ 1 അല്ല. ഡിവിഷൻ എന്താണ്? റിമൈൻഡർ 0 വരുന്ന സംഖ്യകളാണ് 3, 6, 9. റിമൈൻഡർ 1 വരണമെങ്കിൽ 3ന്റെ കൂടെ 1 കൂട്ടുന്ന സംഖ്യയായ 4, പിന്നെ 4, 7, 10 അങ്ങനെ പോകും. അടുത്ത എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? സെയിം ഇത് തന്നെയാണ്. എന്താണ്? നമ്പർ ലീവ് റിമൈൻഡർ. അടുത്ത അവർ പറഞ്ഞിരിക്കുന്നത് നമ്പർ ലീവ് റിമൈൻഡർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2. അപ്പൊ 2 ഓൺ ഡിവിഷൻ ബൈ എത്രയാണ്? ബൈ 3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 റിമൈൻഡർ വന്നപ്പോ 4, 7, 10 ആയി. അപ്പൊ 2 ഡിവിഷൻ 2 റിമൈൻഡർ വരുമ്പോ എന്തായിരിക്കും സംഖ്യകൾ? 5, 8, അതേപോലെ 11 എക്സെട്ര. ഇതാണ് ആ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യകളുടെ പ്രൊഡക്റ്റ്, ഈ സംഖ്യകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ്, അതായത് 4ഉം 5ഉം എന്ന് പറഞ്ഞാൽ 5 ഗുണം 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 20. അതേപോലെ തന്നെ അടുത്ത ഏതാ? 7ഉം 8ഉം. അപ്പൊ എന്തൊരു 7 ഗുണം 8 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എത്രയാണ്? 56. ഈ സംഖ്യകളെ നമ്മൾ വീണ്ടും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതായത് 20നെയും 56നെയും നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് നോക്കാം. 20നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 6, 18, ശിഷ്ടം എത്ര? 2. അതേപോലെ തന്നെ 56നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1, 3, 2, 6, 8, 24, ശിഷ്ടം 2. സംഭവം മനസ്സിലായ? അപ്പൊ ഇവിടെയും നമുക്ക് എന്താണ്? ശിഷ്ടം 2 തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യ, അതാണ് 4, 7, 10. അടുത്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യ, അതാണ് എന്ത്? 5, 8, 11. ഓക്കെ ആണല്ലോ. ഇനി ആ കിട്ടിയ സംഖ്യകളിൽ തമ്മിൽ ഗുണിക്കണം. അതായത് ഈ ആദ്യം കിട്ടിയ 4ഉം ഈ 5ഉം കൂടെ ഗുണിച്ചു അപ്പൊ എത്ര കിട്ടി? 20. അടുത്തത് 7ഉം 8ഉം കൂടെ ഗുണിച്ചു അപ്പൊ എത്ര കിട്ടി? 56. സംഭവം മനസ്സിലായല്ലോ. ഈ 2 സംഖ്യകൾ നമ്മൾ വീണ്ടും എത്ര വെച്ച് ഡിവൈഡ് ചെയ്തു? 3 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ശിഷ്ടം എത്ര കിട്ടി? 2. അതേപോലെ 56നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പോഴും ശിഷ്ടം എത്ര കിട്ടി? 2. സംഭവം മനസ്സിലായല്ലോ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഓൾജിബ്ര വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓൾജിബ്ര വെച്ച് പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്.
അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അത് അങ്ങ് പഠിച്ചേക്കുക. അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്ന എക്സ്പ്രഷൻ ആണ് 3n+1. ഇതാണ് ഓൾജിബ്ര. കാരണം എന്താ, ഇതിന്റെ അകത്ത് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ വന്നിട്ടുണ്ട്. അങ്ങനെ വേരിയബിൾ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൾജിബ്ര എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യയുടെ ഓൾജിബ്ര എന്താണെന്ന് ചോദിച്ചാൽ 3n+1. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 വരുന്നതിന്റെ ഓൾജിബ്ര എന്തായിരിക്കും? 3. ഇവിടെ n എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെടുക്കാം? 3nm+2 എന്ന് എടുക്കാം. സംഭവം മനസ്സിലായ? അപ്പൊ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 7 വരുന്നത് എങ്ങനെയായിരിക്കും? 3n ഓർ m ഓർ എന്ത് നോക്കിയുള്ള 3x+ എന്താണ് 7 ആണ് റിമൈൻഡർ എങ്കിൽ 7. മനസ്സിലായ? സംഭവം മനസ്സിലായ? അപ്പം നമുക്ക് കിട്ടി 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്നതിന്റെ ഓൾജിബ്രയാണ് 3n+1. അതുപോലെ തന്നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 വരുന്നതിന്റെ ഓൾജിബ്രയാണ് എന്ത്? 3m+2. നമുക്കിവിടെ കിട്ടിയതുപോലെ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? റിമൈൻഡർ 2 തന്നെ കിട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3n+1ഉം 3m+2 ഇവിടെ എന്നും എമ്മും എടുത്ത് എന്താണ് 2 മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരെണ്ണം എന്നും ഒരെണ്ണം എം, ഇല്ല നമുക്ക് ഗുണിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, അപ്പൊ എന്ത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഞാനിപ്പോ പറഞ്ഞ എക്സ്പ്രഷൻ എന്തായിരുന്നു? 3 വെച്ച് ഗുണിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എക്സ്പ്രഷൻ ആണ് 3n+1ഉം 3 വെച്ച് ഗുണിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന എക്സ്പ്രഷൻ ആണ് 3m+2. അപ്പൊ ഇത് തമ്മിൽ ഇനി ഗുണിക്കുക. ഇത് ഗുണിക്കാൻ നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ പഠിച്ചാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം 3n ആർക്ക് കൊടുത്തു? 3m കൊടുക്കുമ്പോൾ 3n × 3m എന്ന് പറയാം, അല്ലെ? അതേപോലെ 3n ഇനി +2 കൊടുക്കുമ്പോൾ 3n × 2. അടുത്ത +1 3m കൊടുക്കുമ്പോൾ +1 × 3m. അടുത്ത +1 +2 കൊടുക്കുമ്പോൾ +1 × +2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 3 9nm. അടുത്തത് 3 2 6n പ്ലസ് 3 × 1 3m പ്ലസ് 2 × 1 2. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ 9ഉം 6ഉം 3ഉം 3ന്റെ ഗുണിതത്തിലുള്ള. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്തെല്ലാം 3നെ വെളിയിലെടുത്താൽ 3 × പിന്നെ 3 × 3 അല്ലേ 9. പിന്നെ എന്തുണ്ട് ഇവിടെ? 3nm പ്ലസ് ഇവിടുന്ന് 3 വെളി വന്നാൽ മിച്ചം എന്തുണ്ട്? 2n പ്ലസ് ഇവിടുന്ന് 3 വെളി വന്നാൽ മിച്ചം എന്തുണ്ട്? m പ്ലസ് 2. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇത്രയും സാധനത്തിന് ഒരുമിച്ച് ഞാൻ വേറെ ഏതെങ്കിലും ഒരു എക്സ് എന്ന് വിളിക്കും. അപ്പൊ എന്ത് കിട്ടി? 3x+2. ഇത് നമ്മുടെ എന്താണ്? ഓൾജിബ്രയാണ്, അല്ലെ? അപ്പൊ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നേരത്തെ m എന്നും എടുത്ത പോലെ ഇവിടെ എന്താ? ഇത്രയും ഭാഗത്തിനെ ഞാൻ x എന്ന് വിളിച്ചാൽ 3x+2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയും റിമൈൻഡർ എത്ര തന്നെയാണ് നമുക്ക് കിട്ടുന്നത്? ഇവിടുത്തെ റിമൈൻഡർ നമുക്ക് എത്ര തന്നെയാണ്? 2 തന്നെയാണ് കിട്ടുന്നത്. സംഭവം മനസ്സിലായ? അതാണ് അവരെന്ത് പറഞ്ഞിരിക്കുന്നത്? അത് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയേ, പ്രൂവ് യൂസിങ് ഓൾജിബ്ര എന്ന് നമ്മുടെ മെയിൻ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾജിബ്ര വെച്ച് നമ്മൾ അത് എന്ത് ചെയ്ത് പ്രൂവ് ചെയ്യും. ഒന്ന് മനസ്സിലാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. ഒന്ന് കണ്ടിട്ട് കിട്ടിയില്ലെന്ന് നിങ്ങൾ ഒന്നുകൂടെ കാണുമ്പോൾ അതങ്ങ് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ, ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 4. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ പറഞ്ഞത് വെച്ച്, ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ച് നമുക്ക് അതിന്റെ ഓൾജിബ്ര എഴുതാം. അപ്പം 4n പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്താണ്? റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 4. അപ്പൊ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1. അപ്പൊ ലീവ് റിമൈൻഡർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4n+1. ഇനി 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഡിവിഷൻ ബൈ 4 ഓൺ അനദർ റിമൈൻഡർ 2. അപ്പൊ എന്ത് വരും? അതിനെ എന്ത് എഴുതാം? 4m+2 എന്ന് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കറിയാം ഇതിനെ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? നിങ്ങൾ തന്നെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ. 4n അല്ലെ? 4n × 4m. അത് കഴിഞ്ഞ് 4n × 2. അടുത്തത് +1 × 4m. അടുത്തത് +1 × 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 4 16nm പ്ലസ് 4 × 2 8n പ്ലസ് 4 × 1 4m പ്ലസ് 2 × 1 2. ഇനി ഇവിടെ നോക്കിയേ, 16 എല്ലായിടവും 4 ഉണ്ട് അല്ലെ? 16ഉം 8ഉം 4ഉം 4ന്റെ ഗുണിതം. അപ്പൊ നമുക്ക് എല്ലാത്തിനും 4 എടുക്കുമ്പോൾ എന്ത് വരും? 4 × 4nm പ്ലസ് 2n പ്ലസ് ഇവിടെ എന്ത് വരും? 4 വെളി വന്ന മിച്ചം എന്തുണ്ട്? m പ്ലസ് എത്ര? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ നമുക്ക് എന്ത് എഴുതാം? 4. ഇത്രയും സാധനത്തിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര്, ഇപ്പൊ 4a എന്ന് വിളിക്കുക. 4a+2. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എത്ര തന്നെ കിട്ടി? നമുക്ക് റിമൈൻഡർ 2 തന്നെയായിരിക്കും ഇവിടുത്തെയും റിമൈൻഡർ.
നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? എന്താണ്, നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പോലെ ആ കണക്കൊന്ന് ചെയ്തു നോക്കണം. നമുക്ക് എന്ത് വാല്യൂ ഒന്ന് ഇട്ട് നോക്കണം. 2 തന്നെയായിരിക്കും നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ തന്നെ മൂന്നാമത്തെ സബ് ക്വസ്റ്റിനോട്ട് പോവാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ? ദ ഡിഫറൻസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് 2 numbers at the end of എന്താണ് ഡിഫറൻസ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 numbers at the end of 2 in the middle or 6 consecutive natural number. ഇവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? 6 എന്താണ് കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം? നമ്മൾ അടുത്തടുത്ത നാച്ചുറൽ നമ്പർ ഒന്നിൽ തന്നെ തുടങ്ങിയേക്കാം. 1, 2, 3, 4, 5, 6. ഇനി അവർ പറയുന്നത് എന്തുവാ? പ്രൊഡക്റ്റ് ഓഫ് 2 numbers at the end of 2. end of 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കണം. at the end of 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ 2 അറ്റത്തുമുള്ള സംഖ്യകൾ ഇതും ഇതും അത് നമ്മൾ ഗുണിക്കുമ്പോൾ എന്ത് വരും? 1 × 6 6. ഇനി ഇതിന്റെ മിഡില് അല്ലെ, ഇതെന്താ പറയാ? 2 in the middle. ആദ്യം നമ്മൾ 2 numbers at the endും ആൻഡ് 2 numbers at the middle. അപ്പൊ മിഡിലെ 2 നമ്പർ ഏതാ? 3ഉം 4ഉം. അപ്പൊ എന്ത്? 3 × 4 that is equal to 12. ഇനി എന്തോ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എന്ത് വരും? 12 - 6 that is equal to 36. തീർന്നില്ല. ഇത് അവർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്ത്. ഇനി ഇത് ഓൾജിബ്ര വെച്ച് ചെയ്യണം. ഓൾജിബ്ര വെച്ച് ചെയ്യുമ്പോഴും ഈ 6 തന്നെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾജിബ്ര വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് വെച്ച് ചെയ്യാം അല്ലെ. അപ്പം 1നെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ 2നെ നമുക്ക് x+2 എന്ന് വിളിക്കാം, 3നെ x+3 എന്ന് വിളിക്കാം, 4നെ x+4 എന്ന് വിളിക്കാം. അത് ചെയ്യാൻ നേരം 1നെ കയറി എക്സ് എന്ന് വിളിച്ചാൽ 2നെ കയറി x+1 എന്ന് വിളിക്കാം, 3നെ കയറി x+2 എന്ന് വിളിക്കാം, 4നെ കയറി x+3 എന്ന് വിളിക്കാം, 5നെ കയറി x+4 എന്ന് വിളിക്കാം, 6നെ കയറി x+5 എന്ന് വിളിക്കാം. അല്ല, ഓർഡർ അനുസരിച്ച് എനിക്ക് ഇപ്പൊ തെറ്റുപറ്റി കണക്ക് നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. ഞാൻ ആ ഓർഡർ പെട്ടെന്ന് അറിയാതെ വന്നു. അതുപോലെ എല്ലാവർക്കും സാധിക്കാവുന്ന തെറ്റുകളാണ്. തെറ്റ് തിരുത്തിയത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി ഈ 2 എൻഡുകൾ, ഈ 2 എൻഡിലുള്ള ഏതൊക്കെയാണ്? എക്സും x+5. അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? x × x+5. ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സിന് കൊടുക്കുമ്പോൾ എന്ത് വരും? x × x that is x² പ്ലസ് x 5ന് കൊടുക്കുമ്പോൾ എന്ത് വരും? 5x. ഇതാണ് എൻഡിലുള്ളതിന്റെ പ്രൊഡക്റ്റ്. ഇതേപോലെ തന്നെ ഈ 2 നടുക്കുള്ളതിന്റെ പ്രൊഡക്റ്റ് നോക്കണം. നടുക്കുള്ള പ്രൊഡക്റ്റ് അപ്പൊ എന്തായിരിക്കും? നോക്കിക്കേ, നിങ്ങൾ തന്നെ പറ, ഒന്ന് ഗുണിച്ചു പറഞ്ഞേ. x+2 × എന്തെന്ന് വരും? x+3. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ സ്പീഡ് ചെയ്യാണ്. മനസ്സിലാവാത്തവർ തൊട്ട് മുമ്പിലത്തെ പാട്ട് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം അതിൽ നമ്മൾ വിശാലമായിട്ട് നമ്മൾ പഠിച്ചു. ഞാനിത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x × x x² പ്ലസ് എന്താണ്? 2 × x എത്ര വരും? 2x പ്ലസ് അല്ലെ, ആദ്യം എക്സിന് കൊടുത്തു, പിന്നെ നമ്മൾ പഠിച്ച വെച്ചാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ എന്തുവാ? ആദ്യം എക്സിന് കൊടുത്തപ്പോൾ x², പിന്നെ 3ക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? 3x, പിന്നെ 2xന് കൊടുക്കുമ്പോൾ എന്ത് വരും? 2x, പിന്നെ 2 3ക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? 6. That is equal to x² plus 3x plus 2x എത്ര? 5x plus എത്ര? 6. അപ്പം മിഡിലെയും കിട്ടി, അറ്റത്തെയും കിട്ടി. ഇനി ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാൻ നേരം നമുക്ക് എന്ത് വരും? കുറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചു കുറയ്ക്കണം കേട്ടോ. മൈനസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. x² plus 5x plus 6ൽ നിന്നും കുറയ്ക്കാൻ പോകുന്നത് എന്തോ കുറയ്ക്കേണ്ടത്? x² plus 5x കുറയ്ക്കാം. അപ്പൊ ഈ ശ്രദ്ധിക്കണം, x² plus 5x plus 6 ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ -x², ഈ മൈനസ് പ്ലസ് 5xന് കൊടുക്കുമ്പോൾ -5x. ഈ -x²ഉം ഈ +x² പോയി, ഈ -5xും ഈ +5xും പോയി. മിച്ചം ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? നമ്മുടെ 6. മനസ്സിലായ? അപ്പൊ അവിടെ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? ഈ 6 തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? നമ്മുടെ ഓൾജിബ്ര വെച്ച് ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? 6 തന്നെ കിട്ടി. സംഭവം മനസ്സിലായ? അപ്പം നമ്മൾ ഓൾജിബ്ര വെച്ച് അവർ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ പ്രൂവ് ചെയ്തു. കാര്യം മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. നല്ല രീതിയിൽ ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.